നമസ്കാരം. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ മാർഗമധ്യേ പരീക്ഷണങ്ങൾ ഉണ്ടാവാം, പ്രലോഭനങ്ങൾ ഉണ്ടാവാം, തടസ്സങ്ങൾ ഉണ്ടാവാം. ഇവയൊക്കെ തട്ടി നീക്കി ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ് പരമപ്രധാനം. രാമായണത്തിൽ സീതാന്വേഷണത്തിന് പുറപ്പെട്ട ഹനുമാരസ്വാമിക്ക് നേരിടേണ്ടി വന്നത് ആദ്യം തന്നെ പരീക്ഷണമാണ്. ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം സുരസ പരീക്ഷണവുമായി വന്നു. അത് തട്ടി നീക്കി മുന്നോട്ട് പോയപ്പോൾ മൈനാകം പ്രലോഭനവുമായി വന്നു. മൈനാകത്തെ സ്നേഹപൂർവം മൈനാകത്തിൻ്റെ ക്ഷണം ഹനുമാരസ്വാമി നിരസിച്ചു. പെരുവഴിയിൽ അശന ശയനങ്ങൾ ചെയ്യുക എന്നത് അനുചിതമാണ് എന്നാണ് പറയുന്നത് അല്ലേ. അശന ശയനങ്ങൾ, ഊണും ഉറക്കവും, അത് ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ പാടില്ല. അത് നിരസിച്ച് മുന്നോട്ട് പോയപ്പോൾ തടസ്സവുമായി വന്നു സിംഹിക. അങ്ങനെ സിംഹികയോടും നേരിട്ട് തടസ്സവും നീക്കി ഹനുമാരസ്വാമി ലങ്കയിലേക്ക് പ്രവേശിക്കുകയാണ്, തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്കും വലിയൊരു പാഠമാണ്. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് കുതിച്ച് ലക്ഷ്യത്തിലെത്തുക എന്നത് ഹനുമാരസ്വാമി നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.